കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ 30 ദിവസം കൊണ്ട് നമ്മുടെ വീട് ഓർഗനൈസ് ചെയ്യുന്ന ചാലഞ്ചിൻ്റെ 4ാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ നമ്മൾ 3 വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഒപ്പം നിങ്ങളും ഫോളോ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് മരുന്നുകൾ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഏത് ഏരിയകളാണ് ഓർഗനൈസ് ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ ഒരു ഫുള്ള് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഒരു ദിവസം ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരിക്കും നമ്മൾ ഒതുക്കുക. അപ്പോൾ അന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മരുന്നുകൾ ഒതുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഷെൽഫുകൾ ഓരോന്നും നോക്കിയിട്ട് അതനുസരിച്ച് ഒതുക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാനൊരു മോട്ടിവേഷൻ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള എല്ലാ മരുന്നുകളും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് അത് ഓരോന്നും എന്തിനുള്ള മരുന്നാണെന്ന് നോക്കുകയും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒരു പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ച് എഴുതി വെക്കുക. മാഞ്ഞു പോവാത്ത രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം അതുപോലെ എഴുതാം. അത് എഴുതി വെച്ച ശേഷം നമ്മൾ നോക്കുന്നതിനൊപ്പം തന്നെ ഡേറ്റ് കഴിഞ്ഞത് കളയാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ മരുന്നുകൾ ഏത് മരുന്നായാലും, ഇപ്പോൾ ഓയിൻമെൻറ്റ്സ് ആയാലും സിറപ്പുകളായാലും എല്ലാത്തിൻ്റെയും ഡേറ്റ് നിർബന്ധമായിട്ട് എഴുതുക. പിന്നെ ഒരു കാര്യമാണത്, കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ കുഞ്ഞുകുട്ടികൾക്ക് വയ്യായൊക്കെ വരുമ്പോൾ മരുന്നുകളൊക്കെ ബാലൻസ് ഒക്കെ പിന്നീട് വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലിങ്ങനെ മരുന്നുകൾ വരുന്നത്. പിന്നെ എമർജൻസി ആയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട എന്തെങ്കിലും മരുന്നുകൾ നമ്മൾ കയ്യിൽ കരുതുകയും വേണം. അതായത് പനിയുടെ മരുന്നോ അപ്പോൾ അല്ലെങ്കിൽ നീരുവീഴ്ചയുടെ മരുന്നോ ഒക്കെ അത്യാവശ്യം വന്നാൽ കൊടുക്കാൻ മാത്രം. എപ്പോഴും ഒരു അസുഖം വരുമ്പോഴേക്കും പെട്ടെന്ന് എടുത്ത് മരുന്ന് കഴിക്കുന്ന ഒരു ശീലം നല്ലതല്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ കഴിക്കാനുള്ള എമർജൻസി മെഡിസിന് നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ്. എന്നിരുന്നാലും ഇതിൻ്റെയൊക്കെ ഡേറ്റ് നമ്മൾ ഉറപ്പായിട്ടും എഴുതി വെക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ കാണില്ല, ഇത്തിരി വലുതാക്കി തന്നെ എഴുതാം. അതിനുശേഷം ഞാനിങ്ങനെ ഒരു ബോക്സിലാണ് വെക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു ബോക്സാണ്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്നും വാങ്ങണം എന്നൊരു നിർബന്ധമില്ല. കയ്യിലുള്ള കാർഡ്ബോർഡ് ബോക്സോ ട്രേകളോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓർഗനൈസിങ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഹൈറ്റ് കൂടിയ ബോട്ടിൽസ് എല്ലാം തന്നെ ഇതിലാണ് വെക്കുന്നത്. ഈ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ചെറിയ മരുന്ന് ബോട്ടിൽസും ഓയിൽമെൻറ്റ്സും ഒക്കെ ഉണ്ട്. അതെല്ലാം തന്നെ ഈ ഒരു ബോക്സിലാണ് ഞാൻ ഒതുക്കുന്നത്. ഞാൻ പല ടൈപ്പ് ബാസ്ക്കറ്റുകളൊക്കെ പലപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ മോഡൽ ബാസ്ക്കറ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് വേറെ ഹാൻഡിലോ കാര്യങ്ങളോ ഒന്നും ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെയില്ല. അതുകൊണ്ട് തന്നെ ഷെൽഫിൽ വളരെ കുറച്ച് സ്ഥലം മതി ഈ ഒരു ബോക്സ് വെക്കാൻ. പിന്നെ ഒരുപാട് ഐറ്റംസ് കൊള്ളും. ഈ ഒരു അളവുള്ളതാണ് ഞാൻ ഉപയോഗിക്കുന്നത് എല്ലാം തന്നെ. പക്ഷെ നിങ്ങളുടെ കയ്യിൽ വലിയ മോഡൽ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. ഈ ഒരു പൊടി ഉണ്ടല്ലോ, ഇത് നമ്മൾ കൊതുവൊക്കെ വീട്ടിലെപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചിരട്ടയിൽ കുറച്ച് കനലിട്ടിട്ട് ഈ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് പുകയ്ക്കുക, വീട് മൊത്തം പുകയ്ക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ കുന്തിരിക്കാൻ പുകയ്ക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി. അങ്ങനെ വീട് മൊത്തം പുകയ്ക്കുകയാണെങ്കിൽ കൊതുവൊക്കെ കുറേ പോകുന്നുണ്ട്. ആയുർവേദിക്കുമാണ്, നമുക്ക് അങ്ങനെ ദോഷം ചെയ്യുന്നതല്ല. അപ്പോൾ ആയുർവേദ ഷോപ്പിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ. ബാക്കിയുള്ള മെഡിസിൻസൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ട്രേയിൽ ഓയിൻമെൻറ്റ്സും എല്ലാം വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിൻ്റെ ലിഡില്ലേ തുറക്കാനും അടയ്ക്കാനും നല്ല എളുപ്പമാണ്. ടൈറ്റായിട്ട് അങ്ങനെ ഇരിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത്. കാരണം പെട്ടെന്ന് നമുക്ക് എടുക്കാനും വെക്കാനും ഈസിയാണ്. സാധാരണ ബോക്സ് പോലെ ഭയങ്കര ടൈറ്റ് ലിഡ് അല്ലത്. അടുത്തായിട്ട് ടാബ്ലറ്റ്സ് ആണ് ഞാൻ ഒതുക്കി വെക്കുന്നത്. അത്യാവശ്യം വേണ്ട ടാബ്ലറ്റ്സ്, ഇപ്പോൾ പനി പെട്ടെന്ന് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദന വരിക, അങ്ങനെ എമർജൻസി ആയിട്ട് വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കാവുന്ന കുറച്ച് മരുന്ന്. പിന്നെ യാത്രയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നണം, അങ്ങനത്തെ മരുന്നുകളൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ അധികം ക്വാണ്ടിറ്റി ഒന്നുമില്ല, ഒരു 3-4 ഒക്കെ മാക്സിമം വെക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ അറിയാതെ വേദന വരുമ്പോൾ എടുത്ത് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ക്വാണ്ടിറ്റിക്ക് അത്യാവശ്യമുള്ളത് മാത്രമേ വെക്കുന്നുള്ളൂ. എപ്പോഴും മരുന്ന് കഴിച്ച് വേദന കളയാന്നുള്ളൊരു നല്ല കാര്യമല്ല. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം മരുന്ന് കഴിക്കുക കേട്ടോ. ഡേറ്റ് കഴിഞ്ഞത് ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ കാലുമ്പോൾ ചില പ്രാണികളൊക്കെ കുത്തി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നീര് വരിക, ഭയങ്കര കടച്ചിൽ, അതൊക്കെ പെട്ടെന്ന് കുറയാനായിട്ട് ഈ ഒരു ആയുർവേദിക് ഗുളിക, അതായത് വില്ലാതി ഗുളിക എന്ന് പറയും, ഈ ഒരു ഗുളിക പനിക്കൂർക്കയുടെ നീരിൽ നമ്മൾ അരച്ചിട്ടാണ് പുരട്ടി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു നീരും ആ കടച്ചിലൊക്കെ കുറയാറുണ്ട് കേട്ടോ. പിന്നെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഡോക്ടറെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണിക്കുക. പെട്ടെന്ന് നമുക്കൊന്ന് കുറഞ്ഞ് കിട്ടാൻ ഈ ഒരു മരുന്ന് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ എന്തായാലും നമ്മൾ കരുതേണ്ട ഒരു കാര്യമാണ് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ കൈയൊക്കെ പൊട്ടുന്ന പൊള്ളി അങ്ങനത്തെ പല കാര്യങ്ങൾക്കുള്ള ഒരു ഓയിൽമെൻറ്റ് വെച്ചിട്ടുണ്ട്. ബെറ്റാഡിൻ്റെ ഓയിൽമെൻറ്റ് വെച്ചിട്ടുണ്ട്, കൈയൊക്കെ മുറിയാണെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഡെറ്റോൾ വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ബാൻഡേഡ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇതുപോലത്തെ ബാൻഡേഡ് ടേപ്പുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ ഇങ്ങനത്തെ കരുതണം. നമുക്കായാലും എപ്പോഴാണ് പെട്ടെന്നൊരു എമർജൻസി ഇതൊക്കെ വേണ്ടി വരാൻ നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉറപ്പായിട്ടും നമ്മൾ അത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് വെക്കുക. പെട്ടെന്ന് കുട്ടികളോടായാലും നമുക്ക് എന്തെങ്കിലും വന്നാൽ എടുത്തുകൊണ്ട് വരാൻ പറയണമെങ്കിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചാലാണ് നമുക്ക് അവരോട് പറയാൻ പറ്റുള്ളൂ.
അതുപോലെ തന്നെ കുറച്ച് പഞ്ഞി കോട്ടനും കൂടി അതിൻ്റെ കൂടെ നമ്മൾ വെക്കുന്നുണ്ട്. അത് ഞാൻ ഇങ്ങനത്തെ ഒരു പൗച്ചിൽ വെക്കണം, കാരണം നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ ഈസി ഇതിലാണ്. ബോക്സിൽ വെച്ചാൽ കുട്ടികൾക്ക് അതിലെടുത്ത് പെട്ടെന്ന് കൊണ്ടുവരാൻ അത് ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പൗച്ചിലാണ് ഞാൻ എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെറിയൊരു പൗച്ച് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിലും വെക്കാറുണ്ട്. കുറച്ച് ബാൻഡേഡും അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഓയിൽമെൻ്റ് ഒക്കെ വെച്ചിട്ട്, കാരണം ഇതും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഉപയോഗപ്പെടാറുണ്ട്. ഇനി അടുത്തൊരു ട്രേയിൽ ഞാൻ നമ്മൾ മരുന്നുകളൊക്കെ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മെഷറിംഗ് കപ്സ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇത് അരയ്ക്കാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കുഞ്ഞൊരു പാത്രം വേണം. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ നമ്മുടെ മരുന്നുകൾ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ വയ്യായൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസ് എന്നൊക്കെ പറയാം. ഇതൊരു ഹോട്ട് ബാഗാണ്. നമ്മൾക്ക് കാലിൻ്റെ മുട്ടുമ്മ അല്ലെങ്കിൽ ചെറിയ ചില ഏരിയയിലൊക്കെ ചൂട് പിടിക്കണമെങ്കിൽ വളരെ ഫ്ലെക്സിബിളായിട്ട് ചൂട് പിടിക്കാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോട്ട് ബാഗാണ് കേട്ടോ. കുഞ്ഞിതാണെങ്കിലും ഭയങ്കര ഉപകാരമാണത്. അപ്പോൾ ഇതുപോലെയുള്ള ടൂൾസുകളൊക്കെ നമ്മൾ ടൂൾസ് എന്ന് പറയാം, ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടുള്ള ടൂൾസൊക്കെ നമ്മൾ ഈ ഒരു കുഞ്ഞ് ട്രേയിലാണ് ഇതെല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൊറോണ സമയം കഴിഞ്ഞ ശേഷം നമ്മൾ ആരും ഇപ്പോൾ ഫേസ് മാസ്ക് കാര്യമായിട്ട് യൂസ് ചെയ്യാറില്ല. എന്നിരുന്നാലും ഞാൻ പലപ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പൊടിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പൊടിയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തോ മക്കളായാലും ഞാനായാലും ഒക്കെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതും കൂടി ഒരു ബോക്സിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഈ ഒരു ഐറ്റം നമ്മുടെ മാസ്ക് ടൈറ്റായിട്ട് വെക്കാനായിട്ട് വലിയ മാസ്ക് ആണെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്, പക്ഷെ അതിപ്പോൾ ഉപയോഗിക്കാറൊന്നുമില്ല, അതിൻ്റെ ആവശ്യം വരാറില്ല. അപ്പോൾ ഇതിന് നമ്മളെല്ലാ ബോക്സുകളും അറേഞ്ച് ചെയ്തു, മരുന്നുകളെല്ലാം തന്നെ നമ്മൾ ഒതുക്കി കഴിഞ്ഞു. ഇനി നമ്മൾ മരുന്നുകളല്ല, അതുമായി ബന്ധപ്പെട്ട വേറെ കുറച്ച് ഐറ്റംസ് ഒതുക്കുന്നുണ്ട്. ഈ ബോക്സുകൾ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലെ മീഷോയിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, മെഷർമെൻറ്റ് അനുസരിച്ച് വാങ്ങാം. ഇനി നമ്മൾ നോക്കുന്നത് ഹോട്ട് ബാഗ് 2 ടൈപ്പിലുണ്ട് എൻ്റെ കയ്യിൽ. ഒരെണ്ണം ഇത്തിരി കട്ടി കൂടിയ മോഡൽ ഹോട്ട് ബാഗും ഒരെണ്ണം ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള മോഡലാണ് വരുന്നത്. അതായത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ് ഒരെണ്ണം, ഇത് ഇത്തിരി ടൈറ്റ് മോഡലാണ്, ഇത് ഇത്തിരി കൂടി ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഹോട്ട് ബാഗ് എനിക്ക് എപ്പോഴും ഉപയോഗപ്രദമായ ഒരു ഐറ്റമാണ്. കാരണം ബാക്ക് പെയിനോ കൈവേദനയോ ഒക്കെ വന്നാൽ നമ്മൾ കുറച്ച് പെയിൻറ്റ് ഓയിൽമെൻറ്റ് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ഹോട്ട് ബാഗ് പിടിക്കുമ്പോൾ പെട്ടെന്ന് നല്ല കംഫർട്ട് കിട്ടാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്റ്റീമർ നമ്മുടെ വീട്ടിൽ എന്തായാലും വെക്കുക. കുട്ടികൾക്കായാലും നമുക്കായാലും കഫക്കെട്ടൊക്കെ വരുമ്പോൾ ചുമയൊക്കെ വരുമ്പോൾ ഇത് എന്തായാലും വീട്ടിൽ ആവശ്യമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു മോഡലും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു മോഡലും കൂടി വരുന്നുണ്ട് ഈ സ്റ്റീമർ, അതായത് ഈ മോഡൽ. ഇത് നമുക്ക് സാധാരണ നമ്മുടെ മുഖത്ത് ആവി പിടിക്കുമ്പോൾ മുഖത്തിന് നല്ലതാണ്, അതോടൊപ്പം തന്നെ കഫക്കെട്ട് പോകാനും നല്ലത്. അപ്പോൾ 2 മോഡൽ നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് മാത്രം. പോരണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മറ്റേത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സ് ഫയൽ ചെയ്ത് വെക്കുക എന്നുള്ളത്. എല്ലാവരുടെയും വീട്ടിലെല്ലാ മെമ്പേഴ്സിനും ഓരോ ഫയൽ വെക്കുക. എല്ലാവരുടെയും പ്രിസ്ക്രിപ്ഷൻസ്, ഹോസ്പിറ്റലിൽ കാണിക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. അപ്പം നമുക്ക് അത്യാവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഡെലിവറി ടൈമിലുള്ള എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഒരു ഫയലിൽ വേറെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു സജഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പല്ലിൻ്റെ ഡോക്ടറെ കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എൻ്റെ മോൾക്ക് പല്ലിന് കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാസവും ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് പല്ലിൻ്റെ കമ്പി ടൈറ്റ് ചെയ്യാൻ കൊണ്ടുപോകണം. അപ്പോൾ പോകുമ്പോൾ നമ്മൾ മോളുടെ പേരിലൊരു ഫയൽ വെച്ചിട്ട് കിട്ടുന്ന എല്ലാ പ്രിസ്ക്രിപ്ഷൻ അതിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഇസബൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടീത്ത് ബ്രേസസ് എന്ന് എഴുതി വെച്ചിട്ടൊരു ഫയൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രം വെച്ചിട്ട് കൊണ്ടുപോകുക. ഹോസ്പിറ്റൽ ബില്ലുകളും അത്യാവശ്യമാണെങ്കിൽ സൂക്ഷിച്ച് വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പേരിലൊരു ഫയൽ ഇങ്ങനെ വെച്ചിട്ട് വീട്ടിലെ മെമ്പേഴ്സിനെ കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു ഫയൽ, അത്യാവശ്യം വന്നാൽ എടുത്തു കൊണ്ടുപോകാനായിട്ട് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പം നമ്മളെല്ലാം തന്നെ ബോക്സുകളിലൊക്കെ ആക്കി വെച്ചു. ഇനി അതെല്ലാം തന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ലേബിൾ എഴുതി അത് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. ലേബിൾ എഴുതാ വെച്ചാൽ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ എഴുതി അത് സെല്ലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ലേബിൾസ് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് എഴുതി സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റിക്കർ പോലെ നമുക്ക് അങ്ങനെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും മിസ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല ഐറ്റംസ് എവിടെ വെച്ചേ എന്ന് നമ്മൾ ആലോചിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചാൽ ഈസിയാണ്. പലപ്പോഴും കടകളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഫാർമസിയിൽ പോകുമ്പോഴൊക്കെ നമുക്ക് കാണാം ഓരോ ഐറ്റത്തിൻ്റെ താഴെ അവർ ലേബിൾ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലും നമുക്ക് ആ ഒരു സിസ്റ്റം ട്രൈ ചെയ്താൽ നമ്മുടെ വീട് എപ്പോഴും നല്ല ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മുകളിൽ ഒരു സെല്ലോ ടേപ്പും കൂടി ഒട്ടിക്കുന്നുണ്ട്. കാരണം പേപ്പർ ഒട്ടിച്ച് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ അത് കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് സെല്ലോ ടേപ്പോ ഗ്ലൂവോ വെച്ചിട്ട് അത് ഉറപ്പിക്കുക. അപ്പോൾ അതേ നമ്മളതൊക്കെ ഒട്ടിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡിൻ്റെ മുകളിലും ഫസ്റ്റ് എയ്ഡിന് എഴുതി വെക്കുക. ഈ ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ ബാഗ് നമുക്കെല്ലാവർക്കും വീട്ടിൽ, അതായത് കുട്ടികളൊക്കെ വലുതാണെന്നുണ്ടെങ്കിൽ കാണത്തക്ക രീതിയിൽ വെക്കുക. അപ്പോൾ പെട്ടെന്നൊരു എമർജൻസിക്ക് അവർക്ക് അത് എടുത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി കൊച്ചു കുട്ടികളുടെ വീട്ടിൽ ഒരിക്കലും മരുന്നുകൾ താഴെ വെക്കരുത്. അവർക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഒരിക്കലും നമ്മൾ വെക്കരുത്. എത്ര കുട്ടികൾ എടുക്കില്ല എന്ന് പറഞ്ഞാൽ അവരത് എടുത്ത് വല്ല കുറുമ്പുകൾ ചെയ്താൽ പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇത്തിരി ഹൈറ്റുള്ള ഒരു ഷെൽഫിൽ മുകളിലായിട്ട് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ മരുന്നുകൾ എങ്ങനെയാണ് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരു അലമാരയുടെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഞാൻ മരുന്നുകൾ വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ
ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഈസി ആയിട്ട് വെക്കാം. ഒന്നിൻ്റെ മേലെ നമ്മൾ പേരുകൾ എഴുതി വെക്കണോണ്ട് എന്താണ് അതിൽ ഇരിക്കണേന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോന്നും എടുത്താലും തിരിച്ച് വെക്കുന്നതും ഒക്കെ നമുക്ക് ഈസിയാണ്. കുറേ നേരം ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം തന്നെ ഞാനവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ മരുന്നുകളെല്ലാം തന്നെ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വല്ലാതെ ചൂടോ കാര്യങ്ങളോ ഒന്നുള്ള ഒരു ഏരിയ അല്ല. അത്യാവശ്യം മരുന്നുകൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാറുണ്ട്. അപ്പം നമുക്ക് എല്ലാം കാണാനും പറ്റും. പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യം വന്നാലും ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മരുന്നുകളെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യുക. മരുന്നുകൾ മാത്രമല്ല, അതിൻ്റെയുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും ഒതുക്കി വെക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്യാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.